ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇന്ന് നമുക്ക് പുതിയൊരു ദശകം പഠിക്കാം. ശ്രീമദ് നാരായണീയം ദശകം 88 സന്താനഗോപാലം. ഇതിൽ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത് അവിടുന്ന് ഗുരുവിൻ്റെ മരിച്ച പുത്രനെ കൊണ്ടുവന്ന് ഗുരുവിന് കൊടുത്തത് കേട്ട് ദേവകി മുമ്പ് തൻ്റെ വധിക്കപ്പെട്ട 6 പുത്രന്മാരെയും കാണുന്നതിന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ആ ആഗ്രഹം അറിഞ്ഞ ഉടനെ ഭഗവാൻ പാതാളത്തിൽ ചെന്ന് മഹാബലിയെ കണ്ടു പൂജിതനായി. ആദ്യം മരീചിയുടെയും പിന്നെ ബ്രഹ്മശാപം നിമിത്തം ഹിരണ്യകശിപുവിൻ്റെയും പിന്നീട് മായ കൊണ്ട് വസുദേവൻ്റെയും പുത്രന്മാരായി ജനിച്ച് കംസനാൽ വധിക്കപ്പെട്ടവരായ ഇവരെ കൊണ്ടുവന്ന് കാണിച്ച് അവരെ ദേവലോകത്തേക്ക് തന്നെ തിരിച്ചയച്ചു. മിഥിലയിൽ ശ്രുതദേവൻ എന്ന് പ്രസിദ്ധനായ ബ്രാഹ്മണനെയും ഭക്തനായ രാജാവ് ബഹുലാശ്വനെയും ഒരുമിച്ച് തന്നെ അനുഗ്രഹിക്കാൻ നാരദൻ, വാമദേവൻ തുടങ്ങിയ മുനിമാരും ഒന്നിച്ച് മിഥിലയിലേക്ക് പുറപ്പെട്ടു. ഭഗവാൻ 2 ശരീരമെടുത്ത് മുനിമാരോടുകൂടി മിഥിലയിൽ ശ്രുതദേവൻ്റെയും ബഹുലാശ്വൻ്റെയും ഗൃഹത്തിൽ ഒരേ സമയം ചെന്നു. ഒരാൾ വിഭവസമൃദ്ധമായ സ്വീകരണം നൽകി, മറ്റേയാൾ അന്ന് ശേഖരിച്ച ഫലങ്ങൾ കൊണ്ടും ഭഗവാനെ സൽക്കരിച്ചു. 2 പേരിലും ഒന്നുപോലെ ഭഗവാൻ പ്രസാദിക്കുകയും 2 പേർക്കും മോക്ഷം കൊടുക്കുകയും ചെയ്തു. അനന്തരം ദ്വാരകാപുരിയിൽ ഭഗവാൻ കഴിയുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ഒരു ബ്രാഹ്മണൻ പ്രസവിച്ചാലുടനെ തൻ്റെ പുത്രന്മാർ മരിക്കുന്നു എന്ന് ഭഗവാനെ വന്നറിയിക്കുന്നു. അവിടുന്ന് സർവപ്രപഞ്ചത്തെയും നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന ആളായിട്ടും മിണ്ടാതിരുന്നു. ബ്രാഹ്മണന് 8 സന്തതികളുണ്ടായി, 8ഉം മരിച്ചു. 9ാം തവണയും അതേപോലെ തന്നെ ബ്രാഹ്മണൻ നിലവിളിച്ചു. ഭഗവാൻ അനങ്ങിയില്ല. അർജുനൻ ഓടിച്ചെന്ന് സമാധാനിപ്പിച്ച് അടുത്ത കുട്ടിയെ താൻ രക്ഷിക്കാമെന്നും അതിന് കഴിഞ്ഞില്ലെങ്കിൽ ചിതയിൽ ചാടി മരിക്കുമെന്നും ശപഥം ചെയ്തു. ബ്രാഹ്മണ പത്നിയുടെ പ്രസവ സമയം അറിയിച്ചപ്പോൾ അർജുനൻ ഭഗവാനോട് ഒരു വാക്കുപോലും പറയാതെ ബ്രാഹ്മണ ഗൃഹത്തിൽ ചെന്നു. പ്രസവമുറി ബാണങ്ങളാലും ദിവ്യായുധങ്ങളാലും ആരും പ്രവേശിക്കാതെ മറച്ചു. പെട്ടെന്ന് ബ്രാഹ്മണ പത്നി പ്രസവിച്ചതായി അറിഞ്ഞ് നോക്കിയപ്പോൾ കുട്ടിയുടെ ശരീരം പോലും കാണാനായില്ല. വേഗം തന്നെ അർജുനൻ യോഗവിദ്യ കൊണ്ട് യമപുരിയിലും ഇന്ദ്രപുരിയിലും മറ്റ് ദിക്പാലന നഗരങ്ങളിലും എല്ലാം ചെന്ന് അന്വേഷിച്ചു. എവിടെയും കാണാൻ കഴിഞ്ഞില്ല. അർജുനൻ ചിത കൂട്ടി അതിൽ ചാടാനൊരുങ്ങിയപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് അർജുനനെ തടഞ്ഞു. പിന്നീട് ഭഗവാൻ അർജുനനെയും ഒന്നിച്ച് വേഗമേറിയ രഥത്തിലേറി പടിഞ്ഞാറോട്ട് തിരിച്ചു. ലോകാലോക പർവ്വതം കടന്ന് തമസ്സിലെത്തിയപ്പോൾ ഭഗവാൻ സുദർശന ചക്രം തെളിച്ച് വഴികാട്ടി അർജുനൻ്റെ കാഴ്ച മങ്ങി. ഒടുവിൽ വിവരണാതീതമായി കാരണജലധിയിൽ പൊന്തിക്കാണുന്നതും അജ്ഞാനികൾക്ക് പ്രാപ്യമല്ലാത്തതുമായ ജ്യോതിർമയമായ വൈകുണ്ഠം ഭഗവാൻ കാണിച്ചു കൊടുത്തു. വൈകുണ്ഠത്തിൽ അനന്തനിൽ ശയിക്കുന്നവനും കിരീടമാലാദികളാലും ശംഖ് ചക്രാദികളാലും ചുറ്റപ്പെട്ട് മഞ്ഞപ്പട്ടുടുത്ത് നീലമേഘശ്യാമളനായിരിക്കുന്നവനും അലോകസാധാരണമായ ശോഭാതിശയത്തോടു കൂടിയ ശരീരാവയവങ്ങളോടു കൂടിയിരിക്കുന്നവനുമായ ത്രിമൂർത്തികൾക്ക് നാഥനും പ്രപഞ്ച സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണനും വേദവേദാന്തസാരവും പരമക്ഷേമരൂപനും ആയ അങ്ങയെ തന്നെ അർജുനനോടു കൂടിയ അങ്ങ് നമസ്കരിച്ചു. കൃഷ്ണനിലൂടെ വൈഷ്ണവമായ ബ്രാഹ്മമായ തേജസ് മുഴുവൻ പ്രകാശിപ്പിച്ചപ്പോൾ അർജുനനിലൂടെ അത് അവ്യക്തമായി തന്നെയാണിരുന്നത്. നരനാരായണന്മാരെ ഒന്നിച്ചു കാണുന്നതിന് കുട്ടികളെ അപഹരിച്ചതെന്നറിയിച്ചിട്ട് അവരെ ഭഗവാന് തിരിച്ചു കൊടുക്കുന്നു.
ഭഗവാൻ അവരെ ബ്രാഹ്മണനെ ഏൽപ്പിച്ചു. ഈ രീതിയിൽ ദുഷ്ടന്മാരെ ഹനിച്ചും ശിഷ്ടന്മാരെ അനുഗ്രഹിച്ചും ഭഗവാൻ നടത്തിയ ലീലകൾ കൊണ്ട് ലോകത്തെ ആനന്ദിപ്പിച്ചു. ഭഗവാൻ ലോകാനുഗ്രഹത്തിനായി ബദര്യാശ്രമത്തിൽ തപസ്സു ചെയ്യുന്നു. എല്ലാ അവതാരത്തിനേക്കാളും ഉത്കൃഷ്ടമായതാണ് കൃഷ്ണാവതാരം. ഭക്തവത്സലനായ ഭഗവാൻ ഗുരുവായൂരപ്പൻ ദുഃഖശമനത്തിന് ഉത്തമമായ ഭക്തി നേടുന്നതിന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്ലോകം 1. പ്രാഗേവാചാര്യപുത്രാ ഹൃദി നിശമനയാ സ്വീയ ഷട്സൂനുവീക്ഷാം കാംക്ഷന്ത്യാ മാതുരുക്ത്യാ സുതലഭുവി ബലിം പ്രാപ്യ തേനാർച്ചിതസ്ത്വം. ധാതുശാപാദ് ഹിരണ്യാന്വിതകശിപു ഭവാൻ ശൗരിജാൻ കംസഭഗ്നാനാനീയൈനാൻ പ്രദർശ്യ സ്വപദമനയഥാ പൂർവപുത്രാൻ മരീചേ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. പ്രാക് ഏവാചാര്യ പുത്രാഹൃതി നിശമനയാ സ്വീയ ഷഡ് സൂനു വീക്ഷാം കാംക്ഷന്ത്യാ മാതുർ ഉക്ത്യാ സുതലഭുവി ബലിം പ്രാപ്യ തേനാർപ്പിതാം സ്ത്വം. ധാതു ശാപാത് ഹിരണ്യാന്വിത കശിപു ഭവാൻ ശൗരിജാൻ കംസഭഗ്നാൻ ആനീയൈനാൻ പ്രദർശ്യ സ്വപദം അനയഥാ പൂർവപുത്രാൻ മരീചേ. അർത്ഥം: ആചാര്യപുത്രാ ഹൃദി നിശമനയ, ഗുരുവിൻ്റെ മരിച്ച പുത്രനെ കൊണ്ടുവന്നു കൊടുത്തു എന്ന വാർത്ത കേട്ട പ്രാക് ഏവ, മുമ്പ് തന്നെ, സ്വീയ ഷഡ്സൂനു വീക്ഷാം, കംസൻ കൊന്ന തൻ്റെ 6 പുത്രന്മാരെ കാണുന്നതിന്, കാംക്ഷിണ്യ, ആഗ്രഹിക്കുന്നവളായ, മാതു, മാതാവിൻ്റെ, ഉക്ത്യ, വാക്കനുസരിച്ച്, ത്വം, അവിടുന്ന്, സുതലഭുവി, സുതലലോകത്തിൽ, ബലിം, മഹാബലിയെ, പ്രാപ്യ, പ്രാപിച്ചിട്ട്, തേന, അവനാൽ, അർച്ചിത, പൂജിതനായി, ധാതു, ബ്രഹ്മാവിൻ്റെ, ശാപാത്, ശാപത്താൽ, ഹിരണ്യാന്വിത കശിപു ഭവാൻ, ഹിരണ്യകശിപുവിൽ നിന്ന് ജനിച്ചവരും, ശൗരിജാൻ, പിന്നീട് വസുദേവപുത്രന്മാരായി ജനിച്ചവരും, കംസഭഗ്നാൻ, കംസൻ കൊന്നവരും, മരീചേ, മരീചിയുടെ പൂർവപുത്രാൻ, പൂർവപുത്രന്മാരായിരുന്നവരുമായ, ഏനാൻ, ഇവരെ, ആനീയ, കൊണ്ടുവന്നു, പ്രദർശ്യ, കാണിച്ചു കൊടുത്തു, സ്വപദം, സ്വസ്ഥാനത്തെ, അനയഥാ, കൊണ്ടുപോയി. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. പ്രാക് ഏവാചാര്യ പുത്രാഹൃതി നിശമനയ, പ്രാഗേവാചാര്യപുത്രാഹൃതി നിശമനയ, സ്വീയ ഷഡ് സൂനു വീക്ഷാം, ക്ഷാം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. കാംക്ഷന്ത്യ, ക്ഷ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. മാതുർ ഉക്ത്യ, സുതലഭുവി, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ബലിം പ്രാപ്യ തേനാർപ്പിതാം സ്ത്വം. ധാതു, അവിടെ വിസർഗം. ശാപാത് ഹിരണ്യാന്വിത കശിപു ഭവാൻ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ശൗരിജാൻ കംസഭഗ്നാൻ, ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ആനീയൈനാൻ പ്രദർശ്യ സ്വപദം അനയഥാ, അവിടെ വിസർഗം. പൂർവ പുത്രാൻ മരീചേ, ലാസ്റ്റിലെ വിസർഗത്തോടു കൂടെ നിർത്തണം. പ്രാഗേവാചാര്യപുത്രാഹൃതി നിശമനയാ സ്വീയ ഷട്സൂനു വീക്ഷാം കാംക്ഷന്ത്യാ മാതുരുക്ത്യാ സുതലഭുവി ബലിം പ്രാപ്യ തേനാർച്ചിതസ്ത്വം.
धा दुःशापादिहिरण्यान्वितकशिपु भवान् शौरिजान् कंसभग्नानानीयैनान् प्रदर्श्य स्वपदमनयथा പൂർവപുത്രാൻ മരീചേ. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. ശ്രുതദേവ ഇതി ശ്രുതം ദ്വിജേന്ദ്രം ബഹുലാശ്വം നൃപതിം ച ഭക്തിപൂർണം യുഗപത്വമനുഗ്രഹീതു കാമോ മിഥിലാം പ്രാപിത താപസൈഃ സമേത. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ശ്രുതദേവ ഇതി ശ്രുതം ദ്വിജേന്ദ്രം ബഹുലാശ്വം നൃപതിം ച ഭക്തിപൂർണം യുഗപത് ത്വം അനുഗ്രഹീതു കാമോ മിഥിലാം പ്രാപിത താപസൈ സമേത. അർത്ഥം: ശ്രുതദേവ ഇതി ശ്രുതദേവൻ എന്ന് ശ്രുതം പ്രസിദ്ധനായ ദ്വിജേന്ദ്രം ബ്രാഹ്മണശ്രേഷ്ഠനെയും ഭക്തിപൂർണം പൂർണ്ണഭക്തനും നൃപതിം രാജാവുമായ ബഹുലാശ്വം ബഹുലാശ്വനെയും യുഗപത് ഒന്നിച്ച് അനുഗ്രഹീതു കാമ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവനായി ത്വം അവിടുന്ന് താപസൈ താപസന്മാരോട് സമേത കൂടി മിഥിലാം മിഥിലാപുരിയെ പ്രാപിത പ്രാപിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ശ്രുതദേവ ഇതി ശ്രുതം ദ്വിജേന്ദ്രം ബഹുലാശ്വം നൃപതിം ച ഭക്തിപൂർണം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. യുഗപത് ത്വം അനുഗ്രഹീതു കാമോ. ചേർത്ത് ചൊല്ലുമ്പോൾ യുഗപത്വമനുഗ്രഹീതു കാമോ. മിഥിലാം ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പ്രാപിത ധ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. താപസൈ അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ സമേത അവിടെ വിസർഗം ഒരു സാന്ന് മതി. താപസൈ എന്ന് വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ ഒരു സ, ചേർത്ത് ചൊല്ലുമ്പോൾ രണ്ട് സാന്ന് വേണം. താപസൈ സമേത. ശ്രുതദേവ ഇതി ശ്രുതം ദ്വിജേന്ദ്രം ബഹുലാശ്വം നൃപതിം ച ഭക്തിപൂർണം യുഗപത്വമനുഗ്രഹീതു കാമോ മിഥിലാം പ്രാപിത താപസൈ സമേത. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.